ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ 2 സെഞ്ചുറികളിലെ തിളക്കവുമായി മടങ്ങിയെത്തിയ സഞ്ജു സാംസൺ വീണ്ടും കേരളത്തിനായി കളിക്കും. 23-ന് ആരംഭിക്കുന്ന സയ്യിദ് മുഷ്താഫ് അലി ടി20 ക്രിക്കറ്റിൽ കേരളത്തെ നയിക്കുക സഞ്ജു ആകുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ടീം ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾക്ക് കേരള ടീമിൽ അവസരം ലഭിക്കും. ഹൈദരാബാദിലാണ് കേരളത്തിൻ്റെ ഗ്രൂപ്പ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. 23-ന് സർവീസസുമായിട്ടാണ് കേരളത്തിൻ്റെ ആദ്യത്തെ മത്സരം. ഈ ഗ്രൂപ്പിൽ മുംബൈ, മഹാരാഷ്ട്ര, ഗോവ, ആന്ധ്രാപ്രദേശ്, സർവീസസ്, നാഗാലാൻഡ് എന്നിവരാണ് കേരളത്തിൻ്റെ മറ്റ് എതിരാളികൾ. ഇതോടെ ഇന്ത്യൻ ദേശീയ ടീമിൽ ഉറ്റ സുഹൃത്തുക്കളായ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും സഞ്ജു സാംസണും നേർക്കുനേർ വരാനുള്ള സാധ്യതയും തെളിഞ്ഞു. കേരളം ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഇയിൽ സൂര്യയുടെ മുംബൈയുമുണ്ട്. അതേസമയം ടൂർണമെൻറ്റിൻ്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളിൽ സൂര്യ കളിക്കില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. വ്യക്തിപരമായ കാരണങ്ങളാലാണ് സൂര്യ വിട്ടുനിൽക്കുന്നത്. കേരളം മുംബൈ മത്സരം നവംബർ 29-നായതിനാൽ അതിനു മുൻപേ സൂര്യ ടീമിനൊപ്പം ചേരുമെന്നും റിപ്പോർട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സൂര്യ സഞ്ജു പോരാട്ടത്തിനും സയ്യിദ് മുഷ്താഫ് അലി ട്രോഫി വഴിതെളിക്കും.